ഫാമിലിയില് എൻ്റെ ഒരു കസിന് ഇടക്കിടക്ക് തലവേദന വരാറുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ അത് മൈഗ്രെയിൻ ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞത്? എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ മൈഗ്രെയിൻ വരുന്നത്? ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വെറും ഒറ്റൊരു കാരണം കൊണ്ട് വരുന്ന മാത്രമല്ല, നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽ സിഗ്നൽസിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ കൊണ്ടും ന്യൂറോളജിക്കൽ ചേഞ്ചസ് കാരണം, അതുപോലെ ബ്ലഡ് സർക്കുലേഷനോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനൊക്കെ എന്തെങ്കിലും മാറ്റി വരുമ്പോഴാണ് ഈ ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. എന്തൊക്കെ കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. മിക്കവാറും നിങ്ങളുടെ കസിന് ലേഡിയാണോ? അതെ. സ്ത്രീകളിലാണെങ്കിൽ ഹോർമോണൽ വേരിയേഷൻ ഒരു വലിയൊരു കാരണം തന്നെയാണ് മൈഗ്രെയിൻ ഹെഡേക്കിന് ട്രിഗർ ആവാൻ. കാരണം പീരിയഡ്സ് അടുക്കുന്ന സമയത്തായിരിക്കും മിക്കവാറും പെയിൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പീരിയഡ്സിന്റെ സമയത്തായിരിക്കും. ഈവൻ പ്രഗ്നൻസി പീരീഡിലൊക്കെ ചിലർക്ക് നല്ല തലവേദന ഉണ്ടാകും. മിക്കവാറും ആളുകളിൽ വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഉറക്ക പ്രശ്നമാണ്. ഉറക്കം പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ, ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ അവർക്ക് തലവേദന വരും. ചിലർക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് വന്നാൽ, ഇപ്പം നമ്മുടെ തന്നെ ഇപ്പം മഴ പെട്ടെന്നാണല്ലോ വന്നിട്ടുണ്ടാവും, അത് പലർക്കും മൈഗ്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വെതർ ചേഞ്ച്, ചൂടുന്ന് പെട്ടെന്ന് തണുപ്പിലോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ പെട്ടെന്ന് മഴ പെയ്യുക. അപ്പൊ അങ്ങനത്തെ വെതർ ചേഞ്ചസിലും ചിലർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. ജോലിക്ക് പോകുന്ന ആളുകളെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം വീക്കെൻഡ്സിൽ അവരൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കും. പക്ഷെ ആ വീക്കിൽ മൊത്തം അവരുടെ ആ ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സേർഷൻ കാരണം വീക്കെൻഡ് ആകുമ്പോഴത്തേനും അവർക്ക് മൈഗ്രെയിന് തുടങ്ങും. ഇങ്ങനെ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നത് മൈഗ്രെയിൻ ഒരു ട്രിഗറിങ് ഫാക്ടർ ആകാം. പിന്നെ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, മീൽസ് ഒക്കെ സ്കിപ്പ് ആകുന്ന ആളുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കുറയുന്ന കേസിൽ, പിന്നെ ഒരുപാട് യാത്ര ചെയ്യുകയാണെങ്കിലും ചിലർക്ക് മൈഗ്രെയിൻ ട്രിഗർ ആവാം. അതുപോലെ കോമൺ ആയിട്ട് വരുന്ന റീസൺസ് ആണ് ഈ ലൗഡ് നോയ്സസ്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് സ്മെല്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാലൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ആവാം. പിന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിലും ചിലർക്ക് ഈ മൈഗ്രെയിൻ ട്രിഗർ ആയിട്ട് വരാം. ഞങ്ങൾ കൂടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് തലവേദന വരുമ്പോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പിന്നെ ഈ സൗണ്ട്സ് ഒക്കെ കേൾക്കുമ്പോ ഭയങ്കര ഇറിറ്റേഷനാ. അപ്പൊ ഒറ്റയ്ക്ക് റൂമിൽ പോയി ഇരിക്കണം. അതൊക്കെ ഇതിന്റെ ഭാഗമാണോ, അതോ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമോ? ഈ പറഞ്ഞ കാര്യമൊക്കെ ഇതിന്റെ ഭാഗമാണ്. നിങ്ങളടുത്ത് നിന്ന് മാറി നിൽക്കാനുള്ള മെയിൻ റീസൺ അവർക്ക് സൗണ്ട് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. കാരണം മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഈ സൗണ്ട്, ലൈറ്റ്, സ്മെൽ ഇതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഈ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയറാണ്. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള വേദനയാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ആ വേദനയുടെ ഭാഗമായിട്ടാണ് ആ വ്യക്തി ഇറിറ്റേഷൻ കാണിക്കുന്നത്. പിന്നെ റൂമിൽ പോയിട്ട് അവർക്കൊരു ഡാർക്ക്നെസ്, ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ സൗണ്ടിൽ നിന്ന് എസ്കേപ്പ് ആവാന്നാണ് മെയിൻ ഉദ്ദേശം. അപ്പൊ റൂമിൽ കയറി ഒരു ഡാർക്ക്നെസ് അവർക്ക് വേണം. ഒന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ വേദന കൂടെ തന്നെ പലർക്കും ഓക്കാനം, ഛർദി ഇതൊക്കെ അവർ ഫേസ് ചെയ്യും. ഭയങ്കര ക്ഷീണം ഉണ്ടാകും. ഇതിന് കൂടെ അവർക്ക് ഈ മൂഡ് ചേഞ്ചസും ഫേസ് ചെയ്യും. ഭയങ്കര ക്ഷീണം ഉണ്ടാകും. എപ്പോഴും ഇങ്ങനെ കിടക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകാം. മൈഗ്രെയിൻ കുട്ടികളിൽ ഉണ്ടാവോ? കുട്ടികളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് അവർക്ക് ഡയറക്റ്റ് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് അത് എങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നത് മിക്കവാറും അവർക്ക് അത് പറയാനുള്ള പ്രായം ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ കുട്ടികൾ ഇപ്പം കളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവിടുന്ന് മാറി അവർ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവർക്ക് TV കാണാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിലൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പാരന്റ്സ് നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മൈഗ്രെയിൻ ആണെന്നുള്ളത് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. ഈ പീരീഡ്സ് വരുന്നതിന്റെ മുന്നേ നമുക്കൊരു പെയിൻ വരുമല്ലോ, അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതുപോലെ മൈഗ്രെയിൻ വരുന്നതിന്റെ മുന്നേ അവർക്ക് അറിയാൻ പറ്റുമോ? മിക്കവാറും അവർക്ക് അറിയാൻ പറ്റും. ഈ മൈഗ്രെയിൻ വരുന്നത് 4 സ്റ്റേജസിലാണ്. അതിൽ ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് പ്രൊഡ്രോമൽ സ്റ്റേജ്. അതായത് തലവേദന വരുന്നതിന്റെ ഒരു കുറച്ച് ദിവസം മുന്നേ അവർക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. ഓക്കെ, എനിക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഇത് വരാനുണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടും. അത് മിക്കവാറും അവർക്ക് ഭക്ഷണത്തിനോടുള്ള ക്രേവിങ് കൂടും, അല്ലെങ്കിൽ എപ്പോഴും കൊട്ടുവായിട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ യൂറിനേഷൻ ഉള്ള ടെൻഡൻസി കൂടുക, മൂഡ് ചേഞ്ചസ് വരിക. ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓറയാണ്. ഓറ എല്ലാവർക്കും ഫീൽ ആയിക്കൊള്ളണമെന്നില്ല. മിക്കവാറും അത് കുറച്ച് പേർക്കൊക്കെ അത് ഉണ്ടാവുള്ളൂ. ഓറ എന്ന് പറയുമ്പം ഈ തലവേദനന്റെ തൊട്ട് മുന്നായിട്ട്, ചിലപ്പോൾ മണിക്കൂറുകൾ മുന്നേ ഒക്കെ ആയിരിക്കും വരുന്നത്. ഈ ഓറ എന്ന് പറയുന്നത് തലവേദനയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ട് ഈ കണ്ണിന് മുന്നിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു ഫ്ലിക്കറിങ് ലൈറ്റ് പോലെയോ, ഈ ചിലപ്പം തരിപ്പ് തലയ്ക്കോ അല്ലെങ്കിൽ ഫേസിനൊക്കെ ഒരു തരിപ്പ് പോലെയൊക്കെ ആയിട്ടോ, അല്ലെങ്കിൽ ഈ സ്പീക്കിങ്ങിന് ബുദ്ധിമുട്ടായിട്ടോ, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഒരു മങ്ങലൊക്കെ പോലെയൊക്കെ ആയിട്ടായിരിക്കും ഓറ ഫീൽ ചെയ്യാൻ. മൂന്നാമത്തെ സ്റ്റേജിലാണ് പേഷ്യന് ശരിക്കും തലവേദന വരുന്നത്, സിവിയർ ആയിട്ട് വരുന്ന തലവേദന. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മിടിപ്പ് പോലെ, ചിലപ്പോൾ മിക്കവാറും വൺ സൈഡഡ് ആയിരിക്കും. ഭയങ്കര കഠിനമായിട്ടുള്ള വേദന തന്നെ ആയിരിക്കും പേഷ്യന്റ് അനുഭവിക്കാൻ പോകുന്നത്. തലവേദന മിക്കവാറും കുറച്ച് മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2-3 ദിവസം വരെ ഇത് ലാസ്റ്റ് ചെയ്യാം. പിന്നെ തലവേദനക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അടുത്ത സ്റ്റേജാണ് പോസ്റ്റ് ഡ്രോം എന്ന് പറയും.
ഈ തലവേദന കഴിഞ്ഞ് ആകെ പേഷ്യന്റ് ക്ഷീണമായിരിക്കും, ഭയങ്കര ടയർഡായിരിക്കും. പിന്നെ അവർക്കൊരു ഉന്മേഷം, അതിൽ നിന്ന് റിക്കവറായി വരാൻ തന്നെ അവർക്ക് 2 ദിവസം എടുക്കും. ആ ക്ഷീണത്തിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഉത്കണ്ഠ ഉണ്ടാകാം. അപ്പൊ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഈ ഒരു മൈഗ്രെയിൻ പേഷ്യന്റ് കടന്നു പോകുന്നത്. എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആണോ? അല്ല, എല്ലാ തലവേദന മൈഗ്രെയിൻ ആണെന്നില്ല. തലവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. ഈവൻ സൈനസൈറ്റിസ്, അതായത് തലയിൽ നീരിറക്കം വരുന്ന ഒരവസ്ഥ, അത് അലർജിക്കാരിലും അല്ലെങ്കിൽ മൂക്കിന് ദശയുള്ള ആളുകളിലോ പാലത്തിന് വളമുള്ള ആളുകളിലൊക്കെ സൈനസൈറ്റിസ് ആയിട്ട് വരാം. പിന്നെ തലവേദന ഇനിയൊരു ബ്രെയിനൊരു ട്യൂമർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തലയ്ക്കൊരു ക്ഷതം സംഭവിച്ചാലോ, ഇനി ഇവൻ ടെൻഷൻ, ഹെഡേക്ക് ആ രീതിയിലും വരാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില തലവേദനകൾ നമ്മൾ നിസ്സാരാക്കി എടുക്കരുത്. അതായത് നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്ര സിവിയർ ആയിട്ടുള്ളൊരു തലവേദന വരുന്നത്, ഇതിനു മുന്നേ ഇത്ര കഠിനമായിട്ട് അനുഭവിച്ചിട്ടില്ല. തലവേദന കൂടെ നിങ്ങൾക്ക് കുറച്ച് ന്യൂറോളജിക്കൽ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അതായത് കഠിനമായിട്ടുള്ള തരിപ്പോ അല്ലെങ്കിൽ ഒരു കുഴഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ സെൻസേഷൻ അറിയാതിരിക്കുക. അതുമല്ല, തലവേദന കൂടെ നല്ല കഠിനമായിട്ടുള്ള പനിയുണ്ട്. എക്സേഷൻ എടുക്കുന്ന കൂട്ടത്തിൽ തലവേദന കൂടുക, അതായത് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ തലവേദന കാഠിന്യം കൂടുന്നുണ്ട്. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തും തലവേദന കാഠിന്യം കൂടുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇവനിപ്പം ഏജ് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാണ് പെട്ടെന്ന് ഈ തലവേദന വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ കേസസിനൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതിനനുസരിച്ചുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താണെന്ന് തിരിച്ചറിയണം. ഡോക്ടർ ഇപ്പൊ പറഞ്ഞില്ലേ ടെൻഷന്റെ കാര്യം. അപ്പൊ ഈ ചെറിയ ടെൻഷനൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ വരും, ലൈക്ക് ഈ എക്സാം ടെൻഷനൊക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ ടെൻഷൻസ് ഉണ്ടാവും. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ എക്സാം ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ സംബന്ധിച്ചൊരു വലിയ ടെൻഷനാണ്. അപ്പം അങ്ങനെയുള്ള കേസസിൽ അവർക്ക് തീർച്ചയായിട്ടും മൈഗ്രെയിൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഓരോരുത്തരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ ആ വ്യക്തിനെ സംബന്ധിച്ച് എക്സാം ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അവർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. ഇപ്പൊ ഈ മൈഗ്രെയിൻ പേഷ്യൻസിന് ലൈക്ക് എന്റെ കസിനൊക്കെ, അപ്പൊ അവളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് മാക്സിമം ആ ആളെ സപ്പോർട്ട് ചെയ്യാന്ന്. കാരണം ഈ വേദനന്റെ സിവിയറിറ്റി അത് അനുഭവിച്ചവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലൈറ്റ് സൗണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആവും. അപ്പൊ അതിന്റെ ഒരു മൂഡ് ചേഞ്ചസും ഇറിറ്റേഷനും അവരെന്തായാലും അത് കാണിക്കും. അപ്പൊ അത് കാരണം ഇവളെന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണത്, ജസ്റ്റ് ഒരു തലവേദന അല്ലേ, ഒന്ന് അടങ്ങിക്കൂടെ എന്നൊന്നും ചിന്തിക്കാണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീട്ടുകാർക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ വേദനയുടെ സിവിയറിറ്റി കുറയ്ക്കാൻ അവർക്ക് ഐസ് പാക്ക് ഒക്കെ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തുണി ഇളം തണുപ്പ് വെള്ളത്തിലൊക്കെ നനച്ചിട്ട് വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് ഇളം ചൂട് ചായയോ അല്ലെങ്കിൽ ചൂടുള്ള കാപ്പിയൊക്കെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. തലവേദന കൂടെ അവർ ഒരുപാട് ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്ലൂയിഡ് അവർക്ക് കൊടുക്കണം. പിന്നെ അവർക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവരുടെ ഭക്ഷണം അവർ കറക്റ്റ് സമയത്തിന് തെറ്റിക്കാതെ കഴിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. സ്ട്രെസ് ഉള്ള ആളുകളാണെങ്കിൽ അത് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് ട്രീറ്റ്മെന്റ് എത്ര കാലം എടുക്കേണ്ടി വരും? എന്തൊക്കെ മെഡിസിൻസ് അതിനുള്ള? ട്രീറ്റ്മെന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില ആൾക്ക് 2 മാസം കൊണ്ട് തന്നെ അത് മാറാറുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അവരുടെ സിവിയറിറ്റി അനുസരിച്ചിട്ട് കുറച്ച് മാസം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഹോമിയോപ്പതിയിൽ ഇതിന് നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ബ്രൈനി ഉണ്ട്, ബെല്ലഡോൺ ഉണ്ട്, സാങ്വിനേറിയ, ജലസീനിയം, സ്പൈജീലിയ, ഇങ്ങനെ ഒട്ടനവധി മെഡിസിൻസ് ഉണ്ട്. നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് ഓരോ വ്യക്തിക്കും അവരുടെ സിംറ്റംസും അവരുടെ ഹിസ്റ്ററിയും അവരുടെ പ്രകൃതമൊക്കെ അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കണം എന്നില്ല മറ്റേ കൊടുക്കുന്നത്. ഹോമിയോപ്പതിയിൽ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ വീട്ടിലോ ഇനിയിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ മൈഗ്രെയിൻ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അവരനുഭവിക്കുന്ന വേദനയുടെ സിവിയറിറ്റി കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ച് അവരുടെ കൂടെ നിൽക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുകയും വേണം. ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം.